ഇറങ്ങി ആസ്റ്റൺ മാർട്ടിന്റെ ബി സ്പെക് കാർ നമ്മൾ ട്രാക്കിൽ കണ്ടു. സോ എന്താണ് ഒരു ബി സ്പെക് കാറിൻ എഫ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാറിന്റെ കോർ കമ്പോണൻസ് ആയിട്ടുള്ള എഞ്ചിൻ, ഗിയർ ബോക്സ്, ഷാസി, കോക്പിറ്റ് ഇവയൊന്നും മാറാതെ കാറിന്റെ സൈഡ് പോർട്സ്, ഫ്ലോർ, എയറോഡൈനാമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിങ്, സസ്പെൻഷൻ ഇവയൊക്കെ മാറ്റി റീഡിസൈൻ ചെയ്ത് പുതിയതായിട്ടൊരു ഡിസൈനിലും പെർഫോമൻസ് ബൂസ്റ്റോടെ ഇറക്കുന്നതാണ് ബി സ്പെക് കാർ എന്ന് പറയുന്നത്. സോ ആസ്റ്റൺ മാർട്ടിന്റെ കേസിൽ ഒരു സിഗ്നിഫിക്കന്റ് എയറോഡൈനാമിക് അപ്ഗ്രേഡ് ആൻഡ് വെയിറ്റ് റിഡക്ഷൻ ആണ് ബി സ്പെക് കാറിൽ സംഭവിച്ചിരിക്കുന്നത്. 16ഓളം ചേഞ്ചസ് ആണ് ആസ്റ്റൺ മാർട്ടിൻ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ദേ ആർ ഷോയിങ് സം പ്രോമിസിംഗ് പ്രോഗ്രസ്. പക്ഷേ FP1 ലാൻസ് സ്ട്രോളിന്റെ റിയർ സസ്പെൻഷൻ ഫെയിലിയർ വന്നിട്ട് കാർ നിന്നുപോയി ആൻഡ് ഹി ഹാസ് നോട്ട് ഡൺ FP2. ആസ്റ്റൺ മാർട്ടിൻ ഫ്രണ്ട് സസ്പെൻഷൻ ചേഞ്ച് വരുത്തിയിട്ടില്ല, റിയർ സസ്പെൻഷൻ ഫുള്ളി മാറ്റുകയല്ല ചെയ്തേക്കുന്നത്. റിയർ സസ്പെൻഷന്റെ ലെഗ്സിന്റെ അറ്റാച്ച്മെന്റ് പോയിന്റ്സും എക്സ്റ്റേണൽ ഫെയറിംഗ്സിന്റെ ചേഞ്ചസ് മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. ആൻഡ് എഡിൻവി പറഞ്ഞു കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരുത്തിയ റിയർ സസ്പെൻഷൻ അല്ലത് ആൻഡ് ദേ ഹോപ്പ് ദാറ്റ് ദേ ക്യാൻ ഫിക്സ് ദാറ്റ്. FP1 കുറച്ചും കൂടെ പേസോടുകൂടിയാണ് റൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ P13 അലോൺസെ കണ്ടു. FP2 അത്രയും പേസിലല്ല റൺ ചെയ്ത്, അവർ സ്ലോ ലാപ്സ് ആണ് റൺ ചെയ്തത്. സോ അത് അങ്ങനെ ചെയ്യാൻ കാരണം അവർക്ക് എയറോഡൈനാമിക് ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി സ്ലോ ലാപ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്ലസ് ലാൻസ് സ്ട്രോളിന്റെ കാറും കൂടി ഇല്ലാത്തതുകൊണ്ട് ആ കാറിന്റെ റിയർ സസ്പെൻഷന് പറ്റിയ ഇഷ്യൂസ് കണ്ടുപിടിക്കാനും അലോൺസിന്റെ കാർ സ്ലോ ലാപ്സ് ആണ് അവർ റൺ ചെയ്തത്. ആൻഡ് FP1 ലാപ്പ് ടൈംസ് കമ്പയർ ചെയ്ത് അറിയാം, ഫ്രണ്ട് റണ്ണേഴ്സിൽ നിന്ന് 5 സെക്കൻഡ് പുറകിലായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പോൾ 2 to 3 സെക്കൻഡ്സ് പുറകിൽ മാത്രമാണ് ആസ്റ്റൺ മാർട്ടിനുള്ളത്. ആൻഡ് എഞ്ചിൻ സൈഡിൽ നിന്നുള്ള അപ്ഗ്രേഡ് ഹോണ്ട സമ്മർ ബ്രേക്കിന് ശേഷം കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് ഇതെല്ലാം നല്ലോണം ഡെലിവറി ചെയ്താൽ they will be starting to fight for points. So what do you guys think? Will Aston Martin make a historic comeback? Comment below and follow for more fun contents.